നമ്മൾ ഐഷോസ്കാർട്ടിൽ വീഡിയോസ് ഇതുപോലത്തെ വീഡിയോസ് ഇട്ട് തുടങ്ങിയ സമയത്ത് വന്ന കുറച്ച് എൻക്വയറീസ് ഉണ്ടായിരുന്നു ഈ ഒരു പ്രൊഡക്റ്റ് ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളത് ഇറക്കിയിട്ടുണ്ട്. കുറേ ദിവസം എൻ്റെ കയ്യിൽ പല പല പീലേഴ്സും വന്നിട്ടുണ്ടായിരുന്നു. കുറേ ഡ്യൂപ്ലിക്കേറ്റ്സും വരുന്നുണ്ട്. ഈ സെയിം കളറായിരിക്കും, ടെക്സ്ചർ ആയിരിക്കും, സംഭവം കാണാനൊക്കെ ഒരേപോലെ തന്നെ ആയിരിക്കും, പക്ഷേ സംഭവം വർക്ക് ചെയ്യുന്നില്ല എന്ന് കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വന്നതും അങ്ങനെ വർക്ക് ചെയ്യാത്ത കുറേ പ്രോഡക്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ബെസ്റ്റ് നോക്കിയിട്ട് എടുത്തതാണ് കേട്ടോ. മാർക്കറ്റിൽ പല പല ക്വാളിറ്റിയും അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് വാങ്ങിക്കുമ്പോൾ സൂക്ഷിച്ച് വാങ്ങിക്കുക, എവിടുന്ന് വാങ്ങിക്കുകയാണെങ്കിലും. അപ്പോൾ നമ്മുടെ പീലർ നിങ്ങൾക്ക് നേരിട്ടൊന്ന് ഡെമോ കാണിച്ചു തരാം. ഗ്രേപ്സ് പീൽ ചെയ്തിട്ട് വരുന്നുണ്ടോ നോക്കാം കേട്ടോ. ഇത് ക്ലോസ് ചെയ്യുമ്പം ഇവിടെ ഒരു സംഭവമുണ്ട്, അതിലോട്ട് ഈ ഹോള് വെച്ചിട്ട് അങ്ങനെ വേണം ക്ലോസ് ചെയ്യാൻ. ഇതാണ് ഇതിൻ്റെ മെഷീന്. ഇത് വെച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് പ്രസ് ചെയ്യുന്ന രീതിയിൽ വെക്കണം. 2 ബട്ടൺസാണുള്ളത്. ഇതിലൊന്ന് ജോഗ്, ഒന്ന് ഡിസ്ചാർജ് എന്നുള്ളത്. ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വീഴുന്നത്, ജോഗ് എന്ന് പറഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുന്ന കേട്ടോ. ജോഗ് പ്രസ് ചെയ്യാം ഫസ്റ്റ്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും എത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, ഗ്രേപ്സിൻ്റെ തൊലിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. തൊലി മാത്രമാണ് പോയിട്ടുള്ളത്, അതിൻ്റെ പൾപ്പ് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കുവിൻ്റെ തൊലി കളയണമെന്ന് എങ്ങനെയെന്ന് നോക്കാം കേട്ടോ. ഞാൻ ജോഗ് ബട്ടൺ പ്രസ് ചെയ്യാണ്. ജോഗ് ബട്ടൺ കുറച്ച് നേരം മാത്രം പ്രസ് ചെയ്തിട്ടുണ്ടാകുള്ളൂ, അതുകൊണ്ട് തന്നെ തൊലി മുഴുവനായിട്ട് പോയിട്ടില്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോയിട്ടുണ്ട്. കുറച്ചുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ജോഗ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ പോവായിരുന്നു കേട്ടോ. നമുക്ക് നമ്മുടെ മെയിൻ പരിപാടിയിലോട്ട് കിടക്കാം, ഗാർലിക് തൊലി കളയൽ. അപ്പോൾ ഇതാണ് വലിയ ടാസ്ക്, വെളുത്തുള്ളി തൊലിഞ്ഞ് കിട്ടൽ. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ട് ഇത് തൊലിഞ്ഞ് വരുന്നുണ്ടോ എന്ന് നോക്കാം, തൊലി പോകുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഈവണായിട്ട് എല്ലായിടത്തും ഒരേപോലെ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ജോഗ് ബട്ടൺ പ്രസ് ചെയ്യാൻ പോവാം കേട്ടോ. ഓക്കെ, ഇതിന് ചാർജിങ് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. C ടൈപ്പ് ചാർജിങ് ആണ് വരുന്നത്. 1 കണ്ടോ, മുഴുവനായിട്ടും പോയിട്ടില്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ തന്നെ മിക്കതും കിട്ടുള്ളൂ, അല്ലാണ്ട് നമുക്ക് മൊത്തത്തിൽ തൊലി കളഞ്ഞിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഇതാ ഉണ്ടോ, നമുക്ക് കുറേ വെളുത്തുള്ളിയൊക്കെ തൊലിക്കാനുണ്ടാകുമ്പോൾ ഇത്ര തന്നെ കിട്ടുമ്പം ഒന്ന് കഴുകിയാൽ പോകുമല്ലോ ബാക്കിയുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത്. ആവശ്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം.